ഹായ്, എല്ലാവർക്കും സൗമ്യ സുനിൽ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഓണം വരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസം. അങ്ങനെ അധികം സാധനങ്ങളൊന്നും വേണ്ട, നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പായസം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. അപ്പം മെയിനായിട്ട് വേണ്ടത് അവലാണ്. അവലിൻ്റെ പായസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അവൽ മെയിനായിട്ട് വേണ്ടത് ഏകദേശം ഒരു 1.5 കപ്പ്, ഏകദേശം 1.5 കപ്പ് അവലാണുള്ളത്. പിന്നെ അവൽ, അതിൻ്റെ കൂടെ വേണ്ടുന്നത് നമ്മൾ ചെറുപഴം ചെറിയ പീസാക്കി കട്ട് ചെയ്ത്, 2 പഴമുള്ളത്, ചെറുപഴം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തത്. പിന്നെ വേണ്ടുന്നത് നമ്മളെ ചൊവ്വേരി സാബുദാന, ഇതും അധികമൊന്നുമില്ല, ഒരു 1/4 കപ്പ് വെള്ളത്തിലിട്ടെടുത്ത് 2-3 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് സാബുദാന, അതായത് ചൊവ്വേരി. പിന്നെ വേണ്ടുന്നത് നമ്മൾ പഞ്ചസാരയിൽ ഞാൻ ഒരു 5-8 ഏലക്കായിലിട്ടിട്ട് പൊടിച്ച് വെച്ചതാണ് ഇത്. പഞ്ചസാര ഏകദേശം 1.5 കപ്പ് പഞ്ചസാരയുണ്ട് ഇത്. അപ്പോൾ ഏലക്കായ ഇട്ട് പൊടിച്ച് വെച്ചതാണ് ഇത്. അപ്പോൾ ഇത് ഏകദേശം 1.25 കപ്പ് പഞ്ചസാര വേണം. പിന്നെ വേണ്ടുന്നത് നമ്മൾ അണ്ടിപ്പരിപ്പ്, 2 തരം മുന്തിരിങ്ങയുണ്ട്. പിന്നെ ഒരു 1.5 ലിറ്റർ പാല്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടുന്നത്. അപ്പോൾ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ പാത്രത്തിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് അവലിട്ടിട്ട് അവൽ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആവണം, എന്നാലും പായസത്തിൽ നല്ല ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മൾ അവൽ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ പഴവും കൂടെ ഒന്ന് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം. പച്ചപ്പഴമാകുമ്പോൾ പിന്നെ പായസത്തിന് ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ചെറുപഴം പഴുത്ത തന്നെ എടുക്കണം. അപ്പോൾ നമ്മുടെ പഴവും നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല നെയ്യിൽ ഫ്രൈ ചെയ്ത് നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. നമുക്ക് ഈ പാത്രം മാറ്റിയിട്ട് നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം. ഇത് 1.5 ലിറ്റർ പാല് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുവാണ്. പാല് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം.
നമ്മളെ പാൽ ഏകദേശം തിളച്ചിട്ടുണ്ട്. പാല് ചെറിയൊരു തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മളെ ചവ്വേരി സാബുദാന ഇട്ട് കൊടുക്കുക. ആദ്യം സാബുദാന ഇട്ട് കൊടുത്തിട്ട് സാബുദാന ഇട്ടതിന് ശേഷം ഒന്ന് നല്ലതുപോലെ തിളക്കട്ടെ. നമ്മൾ പാല് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. സാവധാനം ഇട്ടിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് അവലും അതുപോലെ പഴവും, വറുത്ത അവലും പഴവും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇടക്ക് അടിക്ക് പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കൈ വിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. അവൽ നല്ലതുപോലെ വറുത്തുകൊണ്ട് നമ്മൾ പായസത്തിൽ അവരങ്ങനെ ഉടഞ്ഞു പോകില്ല, നല്ല ഇതിൽ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ വറുക്കാതിരുന്നാൽ അവൽ കുഴഞ്ഞു പോകും. അധികം നേരെ അവലെടുക്കാനും പാടില്ല, കുറച്ച് തടിച്ച അവൽ തന്നെ എടുക്കണം. അതാണ് ടേസ്റ്റ്. ചുവന്ന കളറിൽ അവലാണെങ്കിൽ അതാണ് ഒന്നും കൂടെ നല്ലത്. അപ്പം ഇനി നല്ലതുപോലെ തിളക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളിട്ട് കൊടുക്കാണ്. മധുരം കുറവ് വേണ്ടുന്നവർ ഇത്ര പഞ്ചസാര എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി. അതുപോലെ ഇനി നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ വേണമെങ്കിലും മധുരം പഞ്ചസാര കുറച്ചും കൂടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം, മധുരത്തിനനുസരിച്ച്. നമ്മൾ പായസം ഏകദേശം ഒരു 15-20 മിനിറ്റായി, ഏകദേശം ഒരു 20 മിനിറ്റായി ഞാൻ ഇത് നല്ലതുപോലെ തിളപ്പിക്കുന്നു. അപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു ഗ്ലാസ്സിലെല്ലാം ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന പാകത്തിനാണ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഒരു എന്താ പറയുക തിക്കായിട്ടാണ് വേണ്ടെങ്കിൽ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ലിറ്റർ പാലെടുത്താൽ മതി കേട്ടോ. ഞാനിത് 1.5 ലിറ്റർ പാലിലാക്കുന്നത്, അത് ഗ്ലാസ്സിലെല്ലാം ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന പാകത്തിന്. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. പാലും അവലും നമ്മളെ ചാമേരിയും പഴവും എല്ലാം കൂടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് തിളച്ചോട്ടെ, എല്ലാം ഒന്ന് മിക്സായി വരട്ടെ. ഇപ്പം നമ്മളെ പായസം നല്ലതുപോലെ തിളച്ച് കുറുകി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെല്ലാം നെയ്യിൽ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് നമ്മളെ അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ആവട്ടെ. ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് തന്നെ ഞാൻ 2 മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അതും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പായസത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഫ്രൈ ചെയ്തത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പായസത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. ഓണത്തിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്